The sum of two numbers is 13 and the difference is 7. Which is the larger number? രണ്ട് സംഖ്യകളുടെ തുക 13 വ്യത്യാസം 7മാണ്. അവയിൽ വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ് വലിയ സംഖ്യയും വൈ ചെറിയ സംഖ്യയാണെങ്കിൽ സം എന്താണ്? 13 ആണ് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ എന്താണ്? 13 ആണ്. പിന്നെ ഡിഫറൻസ് എന്താണ്? എക്സ് മൈനസ് വൈ, അത് 7 ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി, ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? എക്സ് പ്ലസ് എക്സ് 2x, വൈ പ്ലസ് മൈനസ് വൈ, അതെന്താ? വൈ പ്ലസ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് ഓഫ് മൈനസ് മൈനസ് അല്ലേ? അപ്പോൾ വൈ മൈനസ് വൈ, അത് 0 ആണല്ലേ? അപ്പോൾ ഇത് 0 ആണ്. ഈസ് ഈക്വൽ ടു 13 പ്ലസ് 7 20 ആണല്ലേ? അപ്പോൾ 2x പ്ലസ് 0 ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. അതായത് സോ 2x ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. ഇതിൽ നിന്നും എക്സ് കാണാം. അതിന് വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ എക്സ് ഈസ് ഈക്വൽ ടു 20/2. അത് എത്രയാണ്? 10 ആണല്ലേ? അപ്പോൾ എക്സ് 10, ലാർജർ നമ്പർ അല്ലേ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലാർജർ നമ്പർ എന്താണ്? 10 ആണ്. അതായത് സി ആണ് ആൻസർ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം -2 + 5 ഈസ് ഈക്വൽ ടു -3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. -2 + 5 എത്രയാണ്? 5 - 2 ആണല്ലേ? അത് 3 ആണ് വേണ്ടത്, പക്ഷെ ഇവിടെ -3 ആണ്, അപ്പോൾ അത് കറക്റ്റ് അല്ല. പിന്നെ 2 + -5 ഈസ് ഈക്വൽ ടു എന്താണ് വേണ്ടത്? 2 പ്ലസ് ഓഫ് മൈനസ് മൈനസ് അല്ലേ? 2 - 5, അത് -3 തന്നെയാണ് അല്ലേ? അപ്പോൾ ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഉള്ളത് ബി ആണല്ലേ? ബി ആണ് കറക്റ്റ്. ഓക്കെ. In the picture, P, Q, R are the midpoints of the sides of large triangle. The area of large triangle is 32 square centimeters. What is the area of triangle PQR? അതായത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് ട്രയാങ്കിൾ PQR വരച്ചിട്ടുള്ളത് അതല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സിൻ്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ വലിയ ട്രയാങ്കിളിനെ 4 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതൊരു ഈക്വൽ ട്രയാങ്കിളാണ്, ഇതും ഒരു ഈക്വൽ ട്രയാങ്കിളാണ്, ഇതും ഇതൊക്കെ അങ്ങനെ 4 ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട്. അതിലൊരു ഈക്വൽ ട്രയാങ്കിളാണ് ഇത് PQR അല്ലേ? അപ്പോൾ ഈ 4 ട്രയാങ്കിൾസിന് ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ഈ 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയ സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഒന്ന് എന്തായിരിക്കും? 1/4 പാർട്ടായിരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇതിലൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? വലിയ ട്രയാങ്കിളിൻ്റെ 4 പാർട്ടിൽ ഒരു പാർട്ട് അല്ലേ? അതായത് 1/4 അല്ലെങ്കിൽ 1/4 ആയിരിക്കും. 1/4 ടൈംസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്കെന്ത് പറയാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ അല്ലേ? അതായത് 1/4 ഇൻറ്റു ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ എത്ര? 32 ആണ് തന്നിട്ടുണ്ട്. 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? അതായത് 32/4 എത്രയാണ്? 8 അല്ലേ? 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി എന്ന ഓപ്ഷനാണ് ആൻസർ അല്ലേ? അപ്പോൾ ബി ആണ് ആൻസർ. ഓക്കെ. Among the given pair of numbers, product of which pair is natural numbers? ഇതിൽ തന്നിട്ടുള്ള 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഓപ്ഷനിലും ഡെസിമൽ നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ? 0.8, 0.2 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്തത് സി ആണ്. അപ്പോൾ സിയുടെ ഓപ്ഷനിലെ √2, √8 ആണ്. അപ്പോൾ √2 ഇൻറ്റു √8 എത്രയാണെന്ന് നോക്കാം. അവയുടെ പ്രോഡക്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവയുടെ പ്രോഡക്റ്റ് നോക്കാം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 × 8 അല്ലേ? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 × 8 16 അല്ലേ? അത് 4ൻ്റെ സ്ക്വയർ ആണല്ലേ 16. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്താണ്? 4 ആണ്. സോ നമുക്കെന്ത് പറയാം? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. ഇൻ ദ പിക്ചർ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹൈപ്പോന്യൂസ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ? ഈ തന്നിട്ടുള്ള ചിത്രത്തിലെ ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണല്ലേ? മലയാളത്തിൽ എങ്ങനെ എഴുതാം? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇതെന്ത് വരും? ബേസ് 2ഉം ഹൈറ്റ് 1ഉം അല്ലേ? അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ 4 ആണ്, പ്ലസ് 1 സ്ക്വയർ 1 തന്നെ.
അപ്പോൾ എന്താ 5 ആണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 5 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 5 സി ആണ് ആൻസർ. ഓക്കെ, മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 2. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എബൌട്ട് ദ നമ്പർ എക്സ്. എക്സ് എന്താണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ ലൈൻ വരയ്ക്കാം. ഓക്കെ, നമ്പർ ലൈന് റൈറ്റിലേക്ക് 1 2 3 4 5 എക്സെട്ര അങ്ങനെ വരും. ലെഫ്റ്റിലേക്ക് -1 -2 -3 -4 എക്സെട്ര അങ്ങനെ വരും അല്ലേ. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എക്സിനെ നമുക്ക് x-0 എന്ന് എഴുതാമല്ലോ അല്ലേ, ലെസ് ദാൻ 2 എന്ന് എഴുതാം അല്ലേ. ഇവിടെ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്തു? x-0 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനർത്ഥം എന്താ? സീറോയിൽ നിന്നും മോഡുലസ് ഓഫ് x-0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സും സീറോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. എക്സും സീറോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ ഇക്വേഷനാണ് എന്ത്? മോഡുലസ് ഓഫ് x-0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സീറോയിൽ നിന്നും എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? 2-നേക്കാൾ കുറവാണ്, ലെസ് ദാൻ 2 ആണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ സീറോയിൽ നിന്നും ലെസ് ദാൻ 2 ഉള്ള ഡിസ്റ്റൻസുകൾ ഏതാണ്? അപ്പോൾ സീറോയിൽ നിന്നും ആദ്യം നമുക്ക് 2 ഡിസ്റ്റൻസ് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം റൈറ്റിലേക്ക് നോക്കാം. 0 എന്ന നമ്പർ മാർക്ക് ചെയ്തു. സീറോയിൽ നിന്നും 2 ഡിസ്റ്റൻസ് അങ്ങോട്ട് റൈറ്റിക്ക് 1 2 അല്ലേ. അപ്പോൾ ഏതാണ് പോയിന്റ്? ഈ 2 എന്ന പോയിന്റാണ്. പിന്നെ ലെഫ്റ്റിലോട്ടും 2 ഡിസ്റ്റൻസ് എടുക്കാം. സീറോയിൽ നിന്ന് ലെഫ്റ്റിലേക്കും 2 ഡിസ്റ്റൻസ് എടുക്കാമല്ലോ. അപ്പോൾ 1 2 അത് -2 ആണ് അല്ലേ. അപ്പോൾ ലെസ് ദാൻ 2 ആണ് പറഞ്ഞിട്ടുള്ളത്, ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ -2 ഉം 2 ഉം എടുക്കാൻ പാടില്ല, കാരണം ലെസ് ദാൻ 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നമ്പർ പെടില്ല, 2 -2 പെടില്ല. ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണെങ്കിൽ 2 -2 എടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് എക്സിൻ്റെ വാല്യൂ അല്ലേ. ഈ പോർഷനിൽ ഈ -2നും 2നും ഇടയ്ക്ക് വരുന്ന നമ്പേഴ്സ് അല്ലേ. അപ്പോൾ വാല്യൂ ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 2 ആണ് അല്ല, -2 and 2 ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഇതിൽ വരുന്ന ഇൻറ്റിജർ വാല്യൂസ് ഏതൊക്കെയാണ്? -2 ഉം 2 ഉം പെടില്ല, ബാക്കിയുള്ളത് എന്താ? -1 പെടും, 0 വരും, 1 വരും. ഇതൊക്കെ ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ആ ഓപ്ഷൻ ഏതാണ്? 4 ആണ് അല്ലേ. ഇതിൽ ഈ റീജിയനിൽ വരുന്ന ഇൻറ്റിജേഴ്സ് -1 0 1 ആണ്. അപ്പോൾ ഓപ്ഷൻ 2 ഉം 4 ആണ് കറക്റ്റ്. അത് ഏതാണ്? ഡി ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, read the statements below. Area of triangle is 24 square centimeters. Area of another triangle with sides half the length of each side of this triangle is 6 square centimeter. If two triangles have their sides scaled by same factor, the scale factor of the area is the square of the scale factor of the sides. Okay, അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ 24 ആയിരുന്നു, പിന്നത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? 6 ആണ് അല്ലേ. ഇത് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ് ഇപ്പോൾ എക്സ് ആണെങ്കിൽ അതിന് എത്ര? ഹാഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാഫ് ഇൻറ്റു ഹാഫ് ചെയ്തു, അപ്പോൾ x/2 ആയിരുന്നു, x/2 ആയി അല്ലേ. അപ്പോൾ ഏരിയ എന്തായിരിക്കും? 1/4. അത് 1/2ൻ്റെ സ്ക്വയർ ആണ് സ്കെയിൽ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. 1/2 സ്ക്വയർ എന്താ? 1/4 ആണ്. അപ്പോൾ 24 × 1/4 എന്താ? 24/4 6 ആണ് അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള റൂളാണ്. ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 1 രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസണും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. Read the statements below. Statement 1. The circumference of a circle is pi times its diameter. അത് ശരിയാണല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 2. ഏരിയ ഓഫ് സർക്കിൾ ഈസ് പൈ ടൈംസ് ദ സ്ക്വയർ ഓഫ് ദ റേഡിയസ്. അതും കറക്റ്റാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസൺ അല്ല. അപ്പോൾ എന്താണ്? ബോത്ത് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ശരിക്കും സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് സ്റ്റേറ്റ്മെൻറ്റ് 2ൻ്റെ റീസൺ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഇതിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് അല്ല. നമ്മൾ പേജ് നമ്പർ 160 159 പഠിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് സർക്കംഫറൻസ് ആൻഡ് റേഡിയസ്. ഇതെങ്ങനെ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 159 166 കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് ഏരിയയുടെ വരുന്നത്.
സ്റ്റേറ്റ്മെന്റ് 1 സർക്കംഫറൻസും ആണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഏരിയ കിട്ടാൻ കാരണം സർക്കംഫറൻസ് ആണ്, പക്ഷേ സർക്കംഫറൻസ് കിട്ടാൻ കാരണം ഏരിയ അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. ഓക്കെ. Draw a triangle with the same angles of the given triangle and side scale by 2.5. അതായത് തന്നിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് 2.5 സ്കെയിൽ ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡേ തന്നിട്ടുള്ളൂ 3 സെൻറ്റിമീറ്റർ അല്ലേ. അതിൻ്റെ 2.5 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 3 × 2.5 അല്ലേ. 2.5 എന്ന് വെച്ചാൽ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ എങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കാം? 2 × 2 4 ആണ്. 4 + 1 5 ആണ് അല്ലേ. അപ്പോൾ 5/2 ആണ് എന്ത്? സാധാ ഫ്രാക്ഷൻ. അപ്പോൾ 3 എന്ന സൈഡിനെ 2.5 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 5/2 അതായത് 15/2 7.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു സൈഡ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൂളർ എടുക്കാം. എന്നിട്ട് 7.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യും. ഇനി എയിൽ 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എയിലും പ്രൊട്രാക്ടറിലെ 0 ഈ ലൈനിൽ വരുന്ന വിധത്തിൽ വയ്ക്കുക. എന്നിട്ട് 0-ൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച എയിലേക്ക് ജോയിൻ ചെയ്താൽ 60 ഡിഗ്രി ആംഗിളുള്ള ലൈൻ കിട്ടി. ഇനി ബിയിൽ നമുക്ക് 55 ഡിഗ്രിയിലുള്ള ആംഗിൾ വേണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ബിയിലും പ്രൊട്രാക്ടറിലെ 0 ഈ ലൈനിൽ വരുന്ന വിധത്തിൽ വെച്ചിട്ട് 0-ൽ നിന്നും 55 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 50, 55 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച ബിയിലേക്ക് ജോയിൻ ചെയ്താൽ 55 ഡിഗ്രി ആംഗിളിലുള്ള ലൈനായി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ ലൈൻസും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ. A is equal to -5, B is equal to 4, C is equal to -3. Find the following. അപ്പോൾ ഫസ്റ്റ് എന്താണ്? A - B ആണ്. A എന്താണ്? -5 അല്ലേ. അപ്പോൾ -5 മൈനസ് B എന്താ? 4. -5 - 4 എന്ന് വെച്ചാൽ -5 + 4 ആണ് അല്ലേ. കാരണം രണ്ടിൻ്റെയും സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് കോമൺ ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് സെയിം സൈൻ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 5 + 4 9 അല്ലേ. അപ്പോൾ -9 ആണ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ B - C. B എത്രയാണ്? 4 ആണ്. മൈനസ് C എത്രയാണ്? -3 ആണ് അല്ലേ. അപ്പോൾ 4 - -3 എന്ന് വരും. മൈനസ് പ്ലസ് അല്ലേ. അപ്പോൾ 4 + 3 അത് എത്രയാണ്? 7 ആണ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ A + B - C. A എത്രയാണ്? -5 അല്ലേ. അപ്പോൾ -5 + B എത്രയാണ്? 4 മൈനസ് C എത്രയാണ്? -3. ഓക്കെ. അത് വരും -5 + 4 -3 എന്ന് വെച്ചാൽ 4 - പ്ലസ് അല്ലേ. +3 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് -5. 4 + 3 7 ആണ്. അപ്പോൾ +7 അതെന്ത് വരും? -x + y എന്ന് പറഞ്ഞാൽ y - x ആണ് അല്ലേ. അപ്പോൾ ഇതെന്തൊരു 7 - 5 അത് എത്രയാണ്? 2 ആണ് ആൻസർ. ഓക്കെ. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 108 square centimeter. If one side of the rectangle is 3 centimeter, find the length of the other side up to millimeters എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് L × B ആണ് അല്ലേ. അത് എത്രയാണ്? √108 ആണെന്ന് തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ ഒന്ന് എന്താണ്? ഒരു സൈഡ് 3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് B ആയിട്ട് എടുക്കുക. അപ്പോൾ L × 3 എത്രയാണ്? 108 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ്? L കാണാം. അതിന് വേണ്ടിയിട്ട് 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 3 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും. സോ L = 108/3. ഓക്കെ. ദാറ്റ് ഈസ് √108/3. ഏത് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ്? നമുക്കറിയാം √9 ആണ് എന്ത്? 3 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 3ക്ക് പകരം നമുക്ക് √9 ഒന്ന് കൊടുക്കാം. ഓക്കെ. ദാറ്റ് ഈസ് √108/√9 നമുക്ക് എങ്ങനെ എഴുതാം? √108/9 എന്ന് എഴുതാം അല്ലേ. അത് എത്രയാണ്? 108/9 എത്രയാണ്? 12 ആണ് അല്ലേ. സോ ദിസ് ഈസ് √12. ദാറ്റ് ഈസ് √12നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് √4 × √3 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് √4 2 അല്ലേ. 2 × √3 2 √3 ആണ്. ഓക്കെ. ദാറ്റ് ഈസ് 2 ×
റൂട്ട് 3യുടെ വാല്യൂ എത്രയാണ്? റൂട്ട് 3യുടെ വാല്യൂ 1.732 ആണ് അല്ലേ. അപ്പോൾ അപ് ടു മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് എടുക്കണം. റൂട്ട് 3യുടെ വാല്യൂ അത് എത്രയാണ്? 1.732 എന്നെടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എത്രയാണ്? 1.732 ഇൻറ്റു 2 എത്രയാണ്? അത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 1732 ഇൻറ്റു 2 3464 ആണ്. പക്ഷേ 1.732 ആണ്. പോയിന്റ് കഴിഞ്ഞ് എത്ര വാല്യൂസ് ഉണ്ട്? 1, 2, 3. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇട്ടാം. 1, 2, 3 എന്നിട്ട് പോയിന്റ് ഇട്ടാം. അപ്പം ആൻസർ 3.464. യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് അതർ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, prove that 2 plus root 3 into 2 minus root 3 is equal to 1. 2 plus root 3 into 2 minus root 3 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം a plus b into a minus b എന്ന് പറയുന്നത് എന്താണ്? a square minus b square ആണ് അല്ലേ. അപ്പോൾ 2 plus root 3 into 2 minus root 3 എന്ന് പറയുന്നത് 2 square minus root 3 square ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് 2 square 4 ആണ്, മൈനസ് root 3 square 3 അല്ലേ. 4 minus 3 എന്താ 1. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ, 1 ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് 1 minus 2 minus root 3. അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 minus root 3 വന്നിട്ടുണ്ട്. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 മൈനസ് ഡിനോമിനേറ്ററിൽ 2 minus root 3 അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 plus root 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്തു അതേപോലെ ന്യൂമറേറ്ററിലും ചെയ്യണം. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? 2 plus root 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ന്യൂമറേറ്ററിലും എന്ത് ചെയ്യണം? 2 plus root 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ എന്താവും? ഈ ഇക്വേഷൻ കറക്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ മേലെ എന്ത് വന്നു? 1 into 2 plus root 3, അതായത് 2 plus root 3 ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്? 2 minus root 3 into 2 plus root 3 1 ആണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അത് 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് വന്നു? 2 plus root 3 എന്നാണ് ആൻസർ അല്ലേ. 2 plus root 3 by 1 എന്ന് വെച്ചാൽ എന്താ? 2 plus root 3 തന്നെ. അതായത് 2 plus root 3യുടെ വാല്യൂ 1.73 എന്നെടുക്കാം. അപ് ടു 2 ഡെസിമൽ പ്ലേസിലെ പറഞ്ഞത്. അപ്പോൾ ഇത്ര എടുത്താൽ മതി. അപ്പോൾ 2 plus 1.73 എത്രയാണ്? 3.73 ആണ്. ഓക്കെ, x is equal to 4, y is equal to -3. വാട്ട് ഈസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് എന്താ? 4 പ്ലസ് മോഡുലസ് ഓഫ് വൈ എന്താണ്? -3 ആണ് അല്ലേ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 4 ആണ്, പ്ലസ് മോഡുലസ് ഓഫ് -3 എന്ത് വരും? മൈനസ് പോകും അല്ലേ. അപ്പോൾ എന്ത് വരും? 3. 4 + 3 എന്താണ്? 7 ആണ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് 4 അല്ലേ, പ്ലസ് വൈ എന്താണ്? -3. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 4 പ്ലസ് ഓഫ് മൈനസ് മൈനസ് ആണ്, 4 - 3. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 4 - 3 1 അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് 1 പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ ആൻസർ എന്താ? 1 തന്നെയാണ്. നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് പോയിട്ട് ഉള്ള ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ 1 ആണ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, write two different numbers x, y satisfying modulus of x plus modulus of y is equal to x modulus of x plus y. അതായത് രണ്ട് നമ്പേഴ്സും എക്സും വൈയും ഒരേ സൈൻ ആണെങ്കിലാണ് ഇത് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു 2, വൈ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് വരും? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ എന്ത് വരും? മോഡുലസ് ഓഫ് 2 പ്ലസ് മോഡുലസ് ഓഫ് 3 അല്ലേ. അതായത് 2 + 3 അത് 5 ആണ്. അതേപോലെ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ത് വരും? മോഡുലസ് ഓഫ് 2 + 3 എന്ന് വരും. അതായത് മോഡുലസ് ഓഫ് 5 അതും 5 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ടും കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2ഉം വൈ ഈസ് ഈക്വൽ ടു 3ഉം ആണെങ്കിൽ, ഇനി എക്സ് ഈസ് ഈക്വൽ ടു -2ഉം വൈ ഈസ് ഈക്വൽ ടു -3 ആണെങ്കിലും എന്താണ്? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താ? മോഡുലസ് ഓഫ് -2 പ്ലസ് മോഡുലസ് ഓഫ് -3 അല്ലേ. അതായത് 2 + 3 അല്ലേ. മോഡുലസ് ഓഫ് -2 എന്ന് വെച്ചാൽ എന്താ? മൈനസ് പോകും. അപ്പോൾ 2 എന്ന് കിട്ടും. മോഡുലസ് ഓഫ് -3 എന്ന് വെച്ചാൽ മൈനസ് പോയിട്ട് 3 എന്ന് കിട്ടും.
അപ്പോൾ അത് 5 ആണ്. പിന്നെ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് -2 പ്ലസ് -3 എന്ത് വരും? മോഡുലസ് ഓഫ് -2 പ്ലസ് -3 എന്താ? -5 ആണ് അല്ലേ? അപ്പോൾ ഈ മോഡുലസ് ഓഫ് -5 എന്ന് പറയുമ്പോൾ ആ മൈനസ് പോയിട്ട് 5 തന്നെ കിട്ടും അല്ലേ? അപ്പോൾ എന്താ? എക്സും വൈയും ഒരേ സൈനുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കിത് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് സെറ്റ് ഏതൊക്കെയാണ്? ഒന്ന്, എനിക്കിഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം, പക്ഷേ രണ്ട് നമ്പേഴ്സിൻ്റെ സൈന് സെയിം ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. A perimeter of a rectangle is 46 cm. Length of one side is 7 cm more than the other side. Find the length of the sides of the rectangle. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 46 ആണ്, അതിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 4 cm കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ്, ഒരു സൈഡ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? അതിനേക്കാൾ 7 cm കൂടുതലാണ് അല്ലേ? അപ്പോൾ എക്സ് +7 ആയിരിക്കും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പെരിമീറ്റർ എത്രയാണ്? 46 cm ആണല്ലേ? പക്ഷെ ഒരു റെക്റ്റാങ്കിളിലെ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ അല്ലേ? അത് ഈക്വൽ ടു എന്താണ്? 46 cm ആണ്. ദാറ്റ് ഈസ് 2 × ലെങ്ത് എത്രയാണ്? x+7 ആണ് അല്ലേ? പ്ലസ് ബ്രെഡ്ത്ത് എന്താ? എക്സും is equal to 46 cm. That is 2 × x plus x എന്താണ്? 2x ആണ് അല്ലേ? സോ 2x + 7, x+7 + x എന്ന് വെച്ചാൽ x + x 2x പിന്നെ ഒരു 7 അല്ലേ? is equal to എന്താണ്? 46. ഇതിൽ നിന്ന് നമുക്ക് 2x + 7 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ 2x + 7 is equal to 46/2. ദാറ്റ് ഈസ് 2x + 7 is equal to 46/2 എത്രയാണ്? 23 ആണല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് 2xൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 7 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ +7 ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -7 ആകും. സോ 2x is equal to 23 - 7. അതെത്രയാണ്? ദാറ്റ് ഈസ് 2x is equal to 23 - 7 എത്രയാണ്? 16 ആണല്ലേ? അപ്പോൾ ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ x is equal to 16/2. അതെത്രയാണ്? 8 ആണല്ലേ? അപ്പോൾ x 8 ആണ്. ഓക്കെ, അപ്പോൾ സൈഡ്സ് ഏതാണ് റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ്? സൈഡ്സ് എക്സും x+7 ആയിരുന്നല്ലേ? അപ്പോൾ എക്സ് നമ്മൾ കണ്ടു 8 ആണ്. അപ്പോൾ 8 cm. x+7 എന്ന് പറഞ്ഞാൽ 8 + 7 അത് എത്ര? എക്സിന് പകരം 8 കൊടുത്തു, 15 cm ആണല്ലേ? അപ്പോൾ സൈഡ്സ് ഏതൊക്കെയാണ്? 8 cm 15 cm. ഓക്കെ, Rahul bought a football boot and 2 jersey for 1,600 rupees. A boot cost 550 rupees more than a jersey. What is the price of each? അതായത് രാഹുൽ ഒരു ഫുട്ബോൾ ബൂട്ടും 2 ജേഴ്സീസും 1,600 rupeesന് വാങ്ങിച്ചു. ബൂട്ടിൻ്റെ കോസ്റ്റ് ജേഴ്സിയുടെ കോസ്റ്റിനേക്കാളും 550 rupees കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബൂട്ടിൻ്റെയും ജേഴ്സിയുടെയും പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൈസ് ഓഫ് ബൂട്ട് എക്സ് എന്നും പ്രൈസ് ഓഫ് ജേഴ്സി വൈ എന്നും എടുക്കാം. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് എ ബൂട്ട് കോസ്റ്റ് 550 rupees മോർ ദാൻ ജേഴ്സി അല്ലേ? അതായത് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ജേഴ്സിയുടെ പ്രൈസ് വൈ അല്ലേ? വൈ + 550 ആണ് എന്നർത്ഥം അല്ലേ? അതായത് പ്രൈസ് ഓഫ് ബൂട്ട് ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ജേഴ്സി + 550 ആണ് അല്ലേ? അതായത് എക്സ് ഈസ് ഈക്വൽ ടു വൈ + 550 ആണ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രാഹുൽ ബോട്ട് ഫുട്ബോൾ ബൂട്ട് ആൻഡ് 2 ജേഴ്സി ഫോർ 1,600 അല്ലേ? അപ്പോൾ ഒരു ഫുട്ബോൾ ബൂട്ടിൻ്റെ പ്രൈസ് അത് എത്രയാണ്? എക്സ് പ്ലസ് 2 ജേഴ്സിയുടെ പ്രൈസ് എത്ര? 2y എത്രയാണ്? 1,600 rupees ആണല്ലേ? പക്ഷേ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? വൈ + 550 ആണല്ലോ. അപ്പോൾ അത് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എക്സിന് പകരം വൈ + 550 എന്ന് കൊടുക്കാം. ഓക്കെ, സോ എക്സിന് പകരം വൈ + 550 പ്ലസ് ഈ 2y ഈസ് ഈക്വൽ ടു 1,600. ഓക്കെ, വൈ + 2y 3y ആണല്ലേ? അപ്പോൾ 3y + 550 ഈസ് ഈക്വൽ ടു
1600. ഇതിൽ നിന്നും 3y വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 550 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ, പ്ലസ് 550 കിൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 550 ആകും. സോ 3y = 1600 മൈനസ് 550. അത് എത്രയാണ്? 1600 മൈനസ് 550 എത്രയാണ്? 1050 ആണ് അല്ലേ. അപ്പോൾ 3y = നമുക്ക് എന്ത് കിട്ടി? 1050 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഈ ഇൻറ്റു 3 കിൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ y = 1050/3. അതെത്രയാണ്? 350 ആണ് അല്ലേ. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 350 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് ബൂട്ട് എന്താണ്? എക്സ് ആണ് അല്ലേ. എക്സ് എത്രയാണ്? y + 550 ആയിരുന്നല്ലോ, നമ്മളിവിടെ കണ്ടില്ലേ, y + 550 ആണ്. പക്ഷെ വൈയുടെ വാല്യൂ എന്താ? 350 ആണ്. അപ്പോൾ 350 + 550 അതെത്രയാണ്? 900 ആണ് അല്ലേ. അപ്പം 900 rupees ആണ് എന്ത്? പ്രൈസ് ഓഫ് ബൂട്ട്. പ്രൈസ് ഓഫ് ജേഴ്സി എന്താണ്? y ആണ് അല്ലേ. വൈയുടെ വാല്യൂ 350 ആണ്. സോ 350 rupees ആണ് എന്ത്? പ്രൈസ് ഓഫ് ജേഴ്സി. ഓക്കെ, p of x = 5x² + 3x + 1. Find p of 1, p of 0, p of -2. അപ്പോൾ p of x 5x² + 3x + 1 ആണ് തന്നിട്ടുണ്ട്. p of 1 എന്തായിരിക്കും? എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ 5 × 1² + 3 × 1 + 1 അല്ലേ. ദറ്റ് ഈസ് 5 × 1² എന്ന് വെച്ചാൽ 1² 1 അല്ലേ. അപ്പോൾ 5 × 1 5 ആണ്, പ്ലസ് 3 × 1 3 ആണ്, പ്ലസ് ഈ 1ഉം. അത് എത്രയാണ്? 9 ആണല്ലേ. ഇനി അടുത്ത എന്താ? p of 0 ആണ്. അപ്പോൾ എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 5 × 0² + 3 × 0 + 1. അതായത് 5 × 0 എന്ന് വെച്ചാൽ 0 ആണ്, 3 × 0 എന്ന് വെച്ചാലും 0 ആണ്, പ്ലസ് ഈ 1 അല്ലേ. അപ്പോൾ ആൻസർ എന്താ? 1. ഇനി p of -2 ആണ്. അപ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കുക? -2 കൊടുക്കുക. അപ്പോൾ 5 × -2² + 3 × -2 + 1. ദാറ്റ് ഈസ് 5 × -2² എന്താ? 4 ആണ്. 4 × 5 20 ആണ് അല്ലേ. അപ്പോൾ 20 + 3 × -2 3 × 2 6 ആണ്, ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -6 പ്ലസ് ഈ 1ഉം. ഓക്കെ, അപ്പോൾ 20 + 1 എന്താണ്? 21. 21 + -6 എന്ന് വെച്ചാൽ 21 - 6 അത് എത്രയാണ്? 15 ആണല്ലേ. സോ ദ ആൻസർ ഈസ് 15. Draw a triangle of perimeter 30 cm and sides are in the ratio 2:3:4. അപ്പോൾ പെരിമീറ്റർ 30 cm ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു റൂളർ എടുത്തിട്ട് 30 cm മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഈ ലൈനിൻ്റെ ഒരു എൻഡിൽ സ്ലാൻഡഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിൽ 2 cm ഇടവിട്ട് ഒരു പോയിന്റ് ഇടാം, അതിന് എ എന്ന് കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് 3 cm ഇടവിട്ട് ഒരു പോയിന്റ് ഇടാം, അതിന് ബി എന്ന് കൊടുക്കാം. ഇനി ആ പോയിന്റിൽ നിന്ന് 4 cm ഇടവിട്ട് ഒരു പോയിന്റ് ഇടാം, അതിന് സി എന്നും കൊടുക്കാം. ഓക്കെ, ഇനി സിയിൽ നിന്നും നമ്മൾ വരച്ച 13 cm ലെങ്ത് ഉള്ള ലൈനില്ലേ, അതിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ ലൈനിന് പാരലായിട്ട് ബിയിലൂടെയും എയിലൂടെയും നമുക്ക് ലൈൻ വരയ്ക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ഈ ലൈനിൽ വയ്ക്കാം. മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളറും വയ്ക്കാം. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കിയിട്ട് ബിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനിയും നീക്കിയിട്ട് എയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇപ്പോൾ 3 പാരലൽ ലൈൻസ് ആയി. ഓക്കെ, അപ്പോൾ ഈ 3 പാരലൽ ലൈൻസ് നമ്മുടെ 30 cm ലെങ്ത് ഉള്ള ലൈനെ 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ മിഡിലുള്ള പാർട്ട് സെലക്ട് ചെയ്യാം. ഈ 13 cm ലെങ്ത് ഉള്ള ലൈനെ ഇപ്പോൾ 3 പാർട്ടാക്കില്ലേ, ഈ 3 പാർട്ടുകളും നമ്മുടെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ മിഡിലുള്ള സൈഡ് നമ്മൾ സെലക്ട് ചെയ്തു. ആ സൈഡിൻ്റെ 2 എൻഡിലും ബാക്കിയുള്ള സൈഡ്സ് നമ്മൾ വരയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ലെഫ്റ്റിലുള്ള സൈഡ് നമുക്കൊരു കോമ്പസ് എടുത്തിട്ട് മെഷർ ചെയ്യാം. കോമ്പസിൻ്റെ നീഡിൽ
ഇങ്ങനെ നീഡിൽ ഈ പോയിന്റിലും പെൻസിൽ ഈ പോയിന്റിലും വെക്കുമ്പോൾ എന്തായി, ഈ ചെറിയ പാർട്ടിൻ്റെ ലെങ്ത് ആയി കോമ്പസ് ലെങ്ത്. ഇനി എന്തുവരെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി അടുത്ത സൈഡ് കോമ്പസിൽ മെഷർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കോമ്പസിൻ്റെ നീഡിലും പെൻസിലും ഇങ്ങനെ വെക്കുമ്പോൾ ഇപ്പോൾ വലിയ പാർട്ടായി കോമ്പസിൻ്റെ ലെങ്ത് അല്ലേ. എന്നിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഈ രണ്ട് ആർക്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ്. ഈ വെർട്ടെക്സിൽ നിന്നും നമ്മുടെ മിഡിൽ പാർട്ടിൻ്റെ രണ്ട് എൻഡ്സിലേക്കും ജോയിൻ ചെയ്താൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. In the picture, the length of one side of a regular hexagon is 3 cm. Question 1. What is the perimeter of regular hexagon? അപ്പോൾ ഹെക്സഗണിന് എത്ര സൈഡ്സ് ആണുള്ളത്? 6 സൈഡ്സ് ആണ്. അതിൽ ഒരു സൈഡ് 3 cm ആണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 6 × 1 സൈഡ് അല്ലേ, അതായത് 6 × 3 cm, അതായത് 18 cm ആണ്. കാൽക്കുലേറ്റ് ദ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ. സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാണാൻ ഇക്വേഷൻ എന്താണ്? 2πr ആണല്ലേ. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. സോ ദിസ് ഈസ് 2 × പൈയുടെ വാല്യൂ എത്രയാണ്? അപ് ടു എ മില്ലിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 3.142 എന്നെടുക്കാം അല്ലേ. പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ്. പൈയുടെ വാല്യൂ ശരിക്കും 3.1415 ആണ്, എക്സെട്ര ആണ്. പക്ഷേ അപ് ടു മില്ലിമീറ്റർ ആയതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ 1 കഴിഞ്ഞിട്ടുള്ള 5 അല്ലേ. അപ്പോൾ 5 ആയതുകൊണ്ട് നമുക്ക് ഈ 1 കൂട്ടിയിട്ട് 2 ആക്കാം. ഓക്കെ, അപ്പോൾ 3.142 എന്ന് റൗണ്ട് ചെയ്തിട്ട് എഴുതാം പൈയുടെ വാല്യൂ. ഓക്കെ, ഇൻറ്റു r എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഈ ഹെക്സഗണിൻ്റെ ഡയഗണൽസ് എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഡയമീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസ് ഒക്കെ എന്താ, ഈക്വലായിട്ട് ട്രയാങ്കിൾസ് ആണ് അല്ലേ. എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഒരു സൈഡ് 3 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതായത് ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഈ 3 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റേഡിയസിന് പകരം നമുക്ക് 3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2 × 3 6 ആണല്ലേ. അപ്പോൾ 6 × 3.142 എത്രയാണ്? അത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 3142 × 6 18,852 ആണ്. പക്ഷെ 3.142 ആണ്. പോയിന്റ് കഴിഞ്ഞ എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ 3 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1 2 3 എന്നിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ ആൻസർ എത്രയാണ്? 18.852 സെൻറ്റിമീറ്റർ ആണല്ലേ. ഇതാണ് സർക്കംഫറൻസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെരിമീറ്റർ ഓഫ് റെഗുലർ ഹെക്സഗൺ ആൻഡ് സർക്കിൾ അല്ലേ. സർക്കിളിൻ്റെയും റെഗുലർ ഹെക്സഗണിൻ്റെയും പെരിമീറ്ററിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്കംഫറൻസ് 18.852 ആണ്, മൈനസ് പെരിമീറ്റർ എത്രയാണ്? 18 ആണ് അല്ലേ. അപ്പോൾ ആൻസർ 0.852 സെൻറ്റിമീറ്റർ. പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം. കാരണം എന്താ, അപ് ടു മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ, in the picture, angle P is equal to 90 degree. The line PS is perpendicular to QR. Prove that the angles of triangle PQS and PRS are the same. Prove that if the length of the perpendicular from the square corner of the right triangle to the hypotenuse is h, and it divides hypotenuse into pieces of length A and B, then h square is equal to AB. അതായത് താഴെ ഫിഗറിൽ ട്രയാങ്കിൾ പി ക്യു എസിൻ്റെയും ട്രയാങ്കിൾ പി ആർ എസിൻ്റെയും ആംഗിൾസ് ഒക്കെ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ ക്യു പി എസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആംഗിൾ ആർ പി എസ് എന്തായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ എക്സും ഈ ആർ പി എസും കൂടി കൂട്ടിയിട്ടാണ് 90 ഡിഗ്രി ഉണ്ടാവും അല്ലേ. അപ്പോൾ ബാക്കി ഭാഗം 90 ഡിഗ്രി ആണല്ലോ ഇത് ടോട്ടൽ. ആംഗിൾ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ എക്സ് ഭാഗം പോയതാണ് ഈ ബാക്കിയുള്ള ആംഗിൾ ആർ പി എസ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. അപ്പം എന്താ പറയുക? സോ ആംഗിൾ ആർ പി എസ് ഈസ് ഈക്വൽ ടു എന്താണ്? 90 മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി ട്രയാങ്കിൾ പി ക്യു എസിലെ ഒരാംഗിൾ എക്സ് ആണെന്ന് കണ്ട് അല്ലേ, ആംഗിൾ ക്യു പി എസ്. ഒരാംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. കാരണം പി എസ് ക്യു ആറിന് പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആംഗിൾ ക്യു എന്തായിരിക്കും? ആംഗിൾ ക്യു ഈസ് ഈക്വൽ ടു
നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ ഫുൾ ആംഗിൾസിൻ്റെ സം എന്താ 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ ക്യൂ എന്ന് പറയുന്ന 180യിൽ നിന്നും ഈ രണ്ട് ആംഗിൾസും മൈനസ് ചെയ്തായിരിക്കും, ഈ എക്സും ഈ 90 ഡിഗ്രിയും അല്ലേ. കാരണം എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയിട്ടാണ് 180 കിട്ടുക. അപ്പോൾ 180യിൽ നിന്നും ഈ രണ്ട് ആംഗിൾസും മൈനസ് ചെയ്താൽ ആംഗിൾ ക്യൂ കിട്ടുമല്ലോ. അപ്പോൾ ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് എന്താ, 180 ഡിഗ്രി മൈനസ് എക്സ്, പിന്നെ എന്ത് മൈനസ് ചെയ്യണം, ഈ ആംഗിൾ ഏത് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കിയുള്ള 90 ഡിഗ്രി മൈനസ് എക്സ് ആണ് ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രി മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ പി ആർ എസ് നോക്കാം. ട്രയാങ്കിൾ പി ആർ എസിൽ രണ്ട് ആംഗിൾസ് കണ്ട് അല്ലേ, ഏത്, ഒന്ന് 90 ഡിഗ്രിയാണ്, ഒന്ന് 90 മൈനസ് എക്സ്. അപ്പോൾ ഈ ആംഗിൾ ആർ എന്തായിരിക്കും, ആംഗിൾ ആർ എന്ന് പറയുന്നത് 180 ഡിഗ്രി. കാരണം ഒരു ട്രയാങ്കിളിൽ ആംഗിൾസിൻ്റെ സം 180 ആണ്. അപ്പോൾ അതിൽ ഒരു ആംഗിളാണ് ആറ് അല്ലേ. അപ്പോൾ ആർ എന്ന് പറയുന്നത് 180യിൽ നിന്നും ഈ രണ്ട് ആംഗിൾസ് മൈനസ് ചെയ്തിരിക്കും, ഏത് ഈ 90 മൈനസ് എക്സ് എന്ന ആംഗിളും ഈ 90 ഡിഗ്രിയും മൈനസ് ചെയ്തിരിക്കും അല്ലേ. ആംഗിൾ ആർ ഈക്വൽ ടു എന്താണ്, 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രിയും പിന്നെ മൈനസ് ഏതാണ് 90 ഡിഗ്രി മൈനസ് എക്സ് എന്ന ആംഗിളും. 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്. സോ 90 ഡിഗ്രി മൈനസ് പിന്നെ ഏതാണ്, പിന്നെ ഈ മൈനസ് ഓഫ് ബ്രാക്കറ്റ് മൈനസ് ഓഫ് 90 ഡിഗ്രി എന്താ, മൈനസ് 90 ഡിഗ്രി, പിന്നെ മൈനസ് ഓഫ് മൈനസ് എക്സ്, മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ലേ, അപ്പോൾ പ്ലസ് എക്സ്. ഓക്കെ, 90 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി 0 ആണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള എന്താ, എക്സ്. അപ്പോൾ ആംഗിൾ ആർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. ഓക്കെ, അപ്പം എന്താണ്, ഈ രണ്ട് ട്രയാങ്കിൾസിലെ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണല്ലോ. രണ്ടിൽ എക്സ് എന്ന ആംഗിൾസ് ഉണ്ട്, 90 ഡിഗ്രി മൈനസ് എക്സ് എന്ന ആംഗിൾ ഉണ്ട്, പിന്നെ 90 ഡിഗ്രി ഉണ്ട്. സോ നമുക്ക് എന്താ പറയാം, all angles of triangle PQS are equal to all angles of triangle PSR. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ട്രയാങ്കിൾസിലെ ആംഗിൾസ് പരസ്പരം ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസ് എന്താണ്, ഈ സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ പി ക്യു എസ് ആൻഡ് ട്രയാങ്കിൾ പി ആർ എസ് ആർ സിമിലർ ട്രയാങ്കിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ സിമിലർ ട്രയാങ്കിൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ അല്ലേ. അതായത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് എന്തായിരിക്കും, സെയിം റേഷ്യോയിലായിരിക്കും അല്ലേ. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതാണ്, എക്സ് ആണ് രണ്ടിലും, എക്സ് രണ്ടിലും ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, ആദ്യത്തെ ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എ ആണ്, രണ്ടാമത്തെ ട്രയാങ്കിളിന് എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താ, എച്ച് ആണ് അല്ലേ. അപ്പോൾ എന്താ പറയുക, എ ബൈ എച്ച് ഈസ് ഈക്വൽ ടു, ഇനി 90 ഡിഗ്രി മൈനസ് എക്സ് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് നോക്കാം. ആദ്യത്തെ ട്രയാങ്കിളിൽ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, എച്ച് ആണ് അല്ലേ. രണ്ടാമത്തെ ട്രയാങ്കിളിൽ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി ആണ് അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു എച്ച് ബൈ ബി എന്ന് അറിയാം. കാരണം എന്താണ്, ഈ സിമിലർ ട്രയാങ്കിൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എച്ച് ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് എഴുതാം അല്ലേ. അതായത് എച്ച് എന്ന് വെച്ചാൽ എച്ച് സ്ക്വയർ അല്ലേ. സോ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി. ഓക്കെ, നമ്മൾ റീസൺ ഇവിടെ എഴുതാം, ഇൻ സിമിലർ ട്രയാങ്കിൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. In the picture, AP is the bisector of angle A of triangle ABC and AC is equal to QC. Prove that angles of triangle ABP and CPQ are the same. അപ്പോൾ നമുക്ക് ആംഗിൾ ബി എ പി ഇല്ലേ, അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി എ പി എക്സ് ആണെങ്കിൽ ആംഗിൾ സി എ പി എന്തായിരിക്കും, എക്സ് തന്നെ ആയിരിക്കും. കാരണം എന്താണ്, എ പി എന്നത് ആംഗിൾ എയുടെ ബൈസെക്ടർ ആണെന്ന് നമ്മൾ
ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ. അപ്പോൾ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ആയിട്ട് എ പി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ എന്ത് പറയാം, ആംഗിൾ സി എ പി ഈസ് ഓൾസോ എക്സ്. കാരണം എന്താണ്, എ പി ഈസ് ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. എ സി എന്ന സൈഡും സി ക്യു എന്ന സൈഡും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ സി ക്യു എന്താണ്, ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ. കാരണം അതിൻ്റെ രണ്ട് സൈഡ്സ്, എ സി എന്ന സൈഡും സി ക്യു എന്ന സൈഡും എന്താണ്, ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസ്ലെസ് ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണല്ലോ എ സിയും സി ക്യുവും. അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് എന്ത്, ആംഗിൾ ക്യൂ. ഈ ആംഗിളും ക്യൂ സിക്ക് ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ എക്സ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ ആംഗിൾ സി എ പി എക്സ് ആയതുകൊണ്ട് ആംഗിൾ സി ക്യു എയും എന്താണ്, എക്സ് ആയിരിക്കും. അപ്പോൾ എന്ത് പറയാം, ആംഗിൾ സി ക്യു എ ഈസ് ഈക്വൽ ടു എക്സ്. കാരണം എന്താണ്, ബേസ് ആംഗിൾസ് ഓഫ് ഐസോസ്ലെസ് ട്രയാങ്കിൾ എ സി ക്യു. ഓക്കെ, ആംഗിൾ സി ക്യു എ ഈസ് ഈക്വൽ ടു എന്താണ്, ഇങ്ങനെ എഴുതാം, ആംഗിൾ സി ക്യു ഈസ് ഈക്വൽ ടു ആംഗിൾ സി എ ക്യു. ഓക്കെ, പിന്നെ ആംഗിൾ എ പി ബിയും ആംഗിൾ സി പി ക്യു എന്താണ്, ഈക്വൽ ആണ്. കാരണം എന്താണ്, ഇവ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്ത ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ബി സി എന്ന സൈഡും എ ക്യു എന്ന സൈഡും കൂടി ജോയിൻ ചെയ്യുമ്പോൾ, ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് എന്ത്, ആംഗിൾ എ പി ബിയും ആംഗിൾ സി പി ക്യും. സോ ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി പി ക്യു. രണ്ട് ട്രയാങ്കിൾസിൽ ട്രയാങ്കിൾ എ ബി പിയിലെയും ട്രയാങ്കിൾ സി പി ക്യൂയിലെയും രണ്ട് ആംഗിൾസ് ആണ് എന്ത്, ആംഗിൾ ബി എ പിയും ആംഗിൾ സി ക്യു പിയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എക്സ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾ ബി എ പി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ക്യു പി. കാരണം എന്താണ്, രണ്ടും എക്സ് ആണ് അല്ലേ. അപ്പോൾ ബാക്കി ആംഗിൾസ് ഏതാണ്, ആംഗിൾ ബിയും ആംഗിൾ ക്യു സി പിയും അല്ലേ. ഈ രണ്ട് ആംഗിൾസും കൂടി ഈക്വൽ ആയിരിക്കും. കാരണം രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്ത് പറയാം, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു സി പി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. സോ ആൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി പി ആൻഡ് സി പി ക്യു ആർ സെയിം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എ ബി ബൈ എ സി ഈസ് ഈക്വൽ ടു പി ബി ബൈ പി സി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഒക്കെ പരസ്പരം ഈക്വൽ ആണെങ്കിൽ അവ സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ബി പിയും ട്രയാങ്കിൾ സി പി ക്യു എന്താണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് എന്തായിരിക്കും, സെയിം റേഷ്യോയിലായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് പറയാം നമുക്ക്, ട്രയാങ്കിൾ എ ബി പി ആൻഡ് ട്രയാങ്കിൾ സി പി ക്യു ആർ സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ ഈ സിമിലർ ട്രയാങ്കിൾസിലെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഏതാണ്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു, ആംഗിൾ എ പി ബിയും ആംഗിൾ സി പി ക്യൂവും ഈക്വൽ ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ്, ആംഗിൾ എ പി ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് എ ബി, ആംഗിൾ സി പി ക്യൂവിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് എന്ത്, ക്യു സി അല്ലേ. അപ്പോൾ എ ബി ബൈ ക്യു സി ഈസ് ഈക്വൽ ടു, പിന്നെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഈ രണ്ട് എക്സ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, അത് ബി പി ആണല്ലേ, അല്ലെങ്കിൽ പി ബി ആണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ സി പി ക്യൂവിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, അത് പി സി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, പി ബി ബൈ പി സി എന്ന് പറയാം. കാരണം എന്താണ്, ഇൻ സിമിലർ ട്രയാങ്കിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, എ ബി ബൈ എ സി എന്നാണ് അല്ലേ. പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, ക്യു സി ഈസ് ഈക്വൽ ടു എ സി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്യു സിക്ക് പകരം നമുക്ക് എ സി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, സോ എ ബി ബൈ ക്യു സിക്ക് പകരം എ സി എന്ന് കൊടുക്കാം. കാരണം ക്യു സിയും എ സി ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു പി ബി ബൈ പി സി അല്ലേ. കാരണം എന്താണ്, ക്യു സി ഈസ് ഈക്വൽ ടു എ സി. ഓക്കെ,
In the equation y is equal to x minus 1 whole square, find y when x is equal to minus 1. അപ്പോൾ ഇക്വേഷൻ എന്താണ്? y is equal to x minus 1 whole square ആണ് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ y കാണണം, എക്സിന് പകരം എന്ത് കൊടുക്കണം? -1. അപ്പോൾ എക്സിന് പകരം -1 കൊടുക്കുക. -1 whole square. ഓക്കെ, ദാറ്റ് ഈസ് -1 എന്ന് വെച്ചാൽ എന്താ? -1 + 1 ആണ് അല്ലേ? അതായത് -2. ഓക്കെ, അപ്പോൾ -2 സ്ക്വയർ ആണ്. -2 സ്ക്വയർ എന്ന് വെച്ചാൽ -2 × -2. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 2 × 2 4. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 4. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഇക്വേഷൻ y is equal to x² - 6x + 9. കാൽക്കുലേറ്റ് y when x is equal to 3 and x is equal to -1. Can the value of y be a negative number y? അപ്പോൾ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം x is equal to 3 ആണെങ്കിൽ, if x is equal to 3, then y എത്രയാണ്? y കാണാൻ ഇക്വേഷൻ എന്താ? x² - 6x + 9 ആണ്. അതിൽ എക്സിന് പകരം 3 കൊടുക്കുക. അപ്പോൾ 3² - 6 × 3 + 9. 3² എന്താ? 9 -6 × 3 18 + 9. ഓക്കെ, അപ്പോൾ എന്താണ്? 9 - 18 എത്രയാണ്? 18 - 9 9 ആണ്. അപ്പോൾ 9 - 18 -9 ആയിരിക്കും അല്ലേ? അപ്പോൾ -9 9 - 18 എന്ന് വെച്ചാൽ -9 ആണ്. പിന്നെ ഒരു +9 ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് വരും? 0 ആണല്ലേ? പിന്നെന്താണ്? ഇഫ് x is equal to -1 ആണെങ്കിൽ y എന്താണ്? y is equal to x² - 6x + 9 ആണല്ലോ. അപ്പോൾ അതിൽ എക്സിന് പകരം -1 കൊടുക്കുക. അപ്പോൾ -1² - 6 × -1 പ്ലസ് ഈ 9. ഓക്കെ, അപ്പോൾ എന്ത് വരും? -1² 1 ആണ്. പിന്നെ എന്താ? -6 × -1 എന്താ? -6. അപ്പോൾ -6 + 6 ആണല്ലേ? +9. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1 + 9 10 ആണ്. 10 + 6 16. അപ്പോൾ 16 ആണ് ആൻസർ. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുണ്ട് വൈയുടെ വാല്യൂ നെഗറ്റീവ് ആവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം വൈയുടെ വാല്യൂ എന്താണ്? x² - 6x + 9 ആണല്ലേ? അതായത് x² - 6x + 9 എന്ന് വെച്ചാൽ എന്താണ്? x - 3 whole square ആണല്ലോ. അപ്പോൾ y is equal to x - 3 whole square ആണ് അല്ലേ? x - 3 whole square എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് നമ്പർ x അല്ലേ? സോ x² - 2 × x × 3, അതായത് 6x + സെക്കൻഡ് നമ്പർ 3 അല്ലേ? അപ്പോൾ 3യുടെ സ്ക്വയർ 9. ഇതാണല്ലോ നമുക്കിവിടെ ഓൾറെഡി ഉള്ളത്. അതാണ് x - 3 സ്ക്വയർ ആണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ ആണ്. അപ്പോൾ y എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് നമുക്കത് പറയാം y cannot be a negative number. Sides of a triangle are 9 cm, 10 cm, 17 cm. Find the perimeter of triangle. ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡ്സിൻ്റെയും സം ആണല്ലേ? അപ്പോൾ 9 + 10 + 17 അതെത്രയാണ്? നമുക്കറിയാം 9 + 10 19 ആണ്. 19 + 17 എത്രയാണ്? 36 ആണല്ലേ? അപ്പോൾ 36 cm ആണ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് √(s - a) × s - b × s - c എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിൽ a എന്ന് പറയുന്ന ഫസ്റ്റ് സൈഡ് 9 cm ആണ്. b എന്ന് പറഞ്ഞാൽ 10 cm ആണ്. അടുത്ത് c ആണ് എന്ത്? 17 cm ആണല്ലേ? അപ്പോൾ s എന്ന് പറയുന്നത് എന്താണ്? a + b + c / 2 ആണല്ലേ? a 9 അല്ലേ? 9 + 10 + c എന്താ? 17/2 അല്ലേ? അതായത് 36/2. അതായത് 36/2 18 ആണല്ലേ? അപ്പോൾ s എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ ഏരിയ എങ്ങനെ കാണാം? ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? √(s × s - a × s - b × s - c ആണല്ലേ? ദാറ്റ് ഈസ് s 18 അല്ലേ? 18 × 18 - a എന്താ? 9 × s - അതായത് 18 - b എന്താണ്? 10 × s എന്താ? 18 അല്ലേ? 18 - c എന്താ? 17. ദാറ്റ് ഈസ് √(18 × 18 - 9 9 ആണ്.
ഇൻറ്റു 18 മൈനസ് 10 8 ആണ്, ഇൻറ്റു 18 മൈനസ് 17 1 ആണ് അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 18 നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 2 എന്ന് എഴുതാം, ഇൻറ്റു 9 ഇൻറ്റു 8 നമുക്ക് 4 ഇൻറ്റു 2 എന്ന് എഴുതാം. 1 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 9 ഉണ്ടല്ലേ. അപ്പോൾ 9 ഇൻറ്റു 9 81 ഇൻറ്റു 2 2 ഉണ്ട്, 2 ഇൻറ്റു 2 4, പിന്നെ ഒരു 4. ഓക്കെ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 81 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 81 9 ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 4 2 ആണ്, 2. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 9 36 ആണ് അല്ലേ. അപ്പോൾ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഓക്കെ, ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റിൽ എക്സ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലേ. അതായത് ഇതിനർത്ഥം എന്താണ്? 2വിൽ നിന്നും എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? 3 ആണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമ്പർ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? 0, ഇങ്ങോട്ട് 1 2 3 4 5 എക്സെട്ര, ഇങ്ങോട്ട് -1 -2 -3 -4 എക്സെട്ര അല്ലേ. അപ്പോൾ ഇതിൽ 2വിൽ നിന്നും എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ 2 എന്ന നമ്പർ സെലക്ട് ചെയ്യുക. 2 എന്ന നമ്പർ ഇവിടെയാണല്ലോ, അത് സെലക്ട് ചെയ്തു. ഇനി 2വിൽ നിന്നും 3 ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് എടുക്കാതെ 1 2 3, അതേതാണ്? 5 ആണ് അല്ലേ. അപ്പോൾ 5 എന്ന നമ്പർ 2വിൽ നിന്നും 3 ഡിസ്റ്റൻസിലുള്ള ഒരു നമ്പർ 5 ആണ്. ഇനി ലെഫ്റ്റിലേക്കും 2വിൽ നിന്നും 3 ഡിസ്റ്റൻസ് എടുക്കുക ലെഫ്റ്റിലേക്ക്, 1 2 3, അതേതാണ്? -1 ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് എക്സിൻ്റെ വാല്യൂ? എക്സ് ഈസ് ഈക്വൽ ടു -1 അല്ലെങ്കിൽ 5 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 6 അല്ലേ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 4 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെങ്ങനെ മൈനസിലാക്കി എഴുതാം? മോഡുലസ് ഓഫ് എക്സ് -4 എന്ന് എഴുതാം അല്ലേ. കാരണം മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണല്ലോ, ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 6 എന്ന് എഴുതാം. കാരണം മോഡുലസ് ഓഫ് എക്സ് മൈനസ് എന്ന ഫോമിലാണെങ്കിലാണ് നമുക്ക് ഡിസ്റ്റൻസ് കാണാം അല്ലേ. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? -4ൽ നിന്ന് എക്സിലേക്കുള്ള ഡിസ്റ്റൻസും 6ൽ നിന്നും എക്സിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? ഈ -4ൻ്റെയും 4ൻ്റെയും മിഡ് പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ എന്ത് പറയാം? എക്സ് ഈസ് ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ്, കാരണം രണ്ടിൽ നിന്നും ഒരേ ഡിസ്റ്റൻസില്ലേ, -4 നിന്നും 6 നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണെങ്കിൽ അത് -4ൻ്റെയും 6ൻ്റെയും മിഡ് പോയിന്റ് ആയിരിക്കും അല്ലേ. അല്ലേ, -4ൻ്റെയും 6ൻ്റെയും മിഡ് പോയിന്റ് എങ്ങനെ കാണാം? -4 + 6/2 അല്ലേ. -4 + 6 എന്ന് വെച്ചാൽ എന്താ? 6 - 4 ആണ്, അത് 2 ആണ്. അപ്പോൾ 2/2, അതായത് 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, on the number line, what are the numbers denoting the points which are at distance 4 units from 0? 0യിൽ നിന്നും 4 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്? 0യിൽ നിന്നും റൈറ്റിലേക്ക് 4 ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അത് +4ഉം, 0യിൽ നിന്നും ലെഫ്റ്റിലേക്ക് 4 ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ -4 ആണ് അല്ലേ. അപ്പോൾ ആൻസേഴ്സ് ഏതൊക്കെയാണ്? +4ഉം -4ഉം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയമീറ്റർ of the given semicircle. What is the number denoting the center of the semicircle? അപ്പോൾ ഇതിൻ്റെ ഡയമീറ്ററും കാണണം, സെൻറ്ററും കാണണം. അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ -3ഉം 7ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് വൈ എന്നീ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ -3ഉം 7ഉം അല്ലേ, അപ്പോൾ മോഡുലസ് ഓഫ് -3 -7 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് -3 - 7 എന്താ?
-3 -7 എന്ന് വെച്ചാൽ -3 + 7 അല്ലേ, അതായത് -10 ആണ്. ഓക്കെ, ദിസ് ഇസ് -10. മോഡുലസ് ഓഫ് -10 എന്ന് വെച്ചാൽ എന്താ, മോഡുലസ് ചെയ്യുമ്പോൾ ഈ മൈനസ് അങ്ങ് പോകും അല്ലേ, അപ്പോൾ എന്ത് വരും, 10 എന്ന് കിട്ടും. അപ്പോൾ 10 മീറ്റർ ആണ് എന്ത്, ഡയമീറ്റർ. ഓക്കെ, ഇനി എന്താണ് സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡ് പോയിന്റ് ആണ് അല്ലേ, -3യുടെയും 4ൻ്റെയും 7ൻ്റെയും മിഡ് പോയിന്റ് ആണ് അല്ലേ. മിഡ് പോയിന്റ് ഓഫ് -3 and 7 അല്ലേ, അതെങ്ങനെ കണ്ടുപിടിക്കാം, -3 + 7/2 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ -3 + 7 എന്ന് വെച്ചാൽ എന്താണ്, 7 - 3 ആണ്, അത് 4 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, 4/2, അതായത് 2 ആണ് എന്ത്, സെൻറ്റർ വരുന്നത്. ഓക്കെ, draw a quadrilateral with the same angles of the given quadrilateral and sides are scaled by 1.5. അപ്പോൾ സെയിം ആംഗിൾസ് ഉള്ള quadrilateral ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഡയഗണലും സൈഡ്സും എല്ലാം നമ്മൾ സ്കെയിൽ ചെയ്യണം. എന്തുകൊണ്ടാണ് സ്കെയിൽ ചെയ്യേണ്ടത്, 1.5 ആണ് അല്ലേ. 1.5 എന്ന് വെച്ചാൽ എന്താ, ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കാം, 1 × 2 2 ആണ്, 2 + 1/2 അതായത് 3/2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 3/2 കൊണ്ട് എല്ലാ സൈഡ്സും ഡയഗണലും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ബി എന്ന സൈഡ് 6 അല്ലേ, അപ്പോൾ 6 × 3/2 എന്ത് വരും, 18/2 9 സെൻറ്റിമീറ്റർ ആണ്. ബി സി എന്ന സൈഡ് 4 ആണല്ലോ, അപ്പോൾ 4 × 3/2 എന്ത് വരും, 12/2 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി സി ഡി എന്ന സൈഡ് എന്ത് വരും, 3 സെൻറ്റിമീറ്റർ അല്ലേ സി ഡി, അപ്പോൾ 3 × 3/2 എന്ത് വരും, 9/2 4.5 സെൻറ്റിമീറ്റർ കിട്ടും. പിന്നെ ഡയഗണലാണ് 6 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ 6 × 3/2 എന്ത് വരും, 18/2 9 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ എ ഡി എന്ന സൈഡ് 5 ആണ്, അപ്പോൾ 5 × 3/2 എന്ത് വരും, 15/2 അതായത് 7.5 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എ ബി എന്ന സൈഡ് വരയ്ക്കാം. എ ബി എന്ന സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. സോ റൂളർ എടുത്തിട്ട് 9 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് എ ബി എന്ന് നെയിം ചെയ്യാം. ഇനി അടുത്ത എ സി എന്ന ഡയഗണൽ വരയ്ക്കാം. എ സി 9 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ. സോ നമുക്ക് ഒരു റൂളറും കോമ്പസും എടുത്തിട്ട് കോമ്പസ് ലെങ്ത് 9 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിനെ നീഡിൽ എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഇനി ബി സി എന്ന സൈഡ് വരയ്ക്കാം. ബി സി എന്ന സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. സോ നമുക്കൊരു കോമ്പസും റൂളറും എടുത്തിട്ട് കോമ്പസ് ലെങ്ത് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിനെ നീഡിൽ ബിയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് സി. ഓക്കെ, സിയിൽ നിന്നും എയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് സി ഡി എന്ന ലൈന് വരയ്ക്കാം. സി ഡി എന്ന സൈഡ് 4.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. സോ നമുക്ക് റൂളറും കോമ്പസും എടുത്തിട്ട് കോമ്പസ് ലെങ്ത് 4.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിനെ നീഡിൽ സിയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഇനി എ ഡി എന്ന സൈഡ് വരയ്ക്കാം. എ ഡി എന്ന സൈഡ് 7.5 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്കൊരു കോമ്പസും റൂളറും എടുത്തിട്ട് കോമ്പസ് ലെങ്ത് 7.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിനെ നീഡിൽ എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് ഡി. സോ ഡിയിൽ നിന്നും എയിലേക്കും സിയിലേക്കും ജോയിൻ ചെയ്താൽ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ABCD കംപ്ലീറ്റ് ആയി. In the picture, two square are joined together. What is the length of one side of small square? Small squareന്റെ സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുണ്ട്. സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്, 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്മോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ബി അല്ലേ, അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണല്ലോ ഏരിയ. അപ്പോൾ എ ബി സ്ക്വയർ ആണ് എന്ത്, 32 എന്ന് പറയുന്നത്. അപ്പോൾ എ ബി എന്തായിരിക്കും, എ ബി സ്ക്വയർ റൂട്ട് ഓഫ് 32 അല്ലേ. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 32നെ നമുക്ക് എങ്ങനെ എഴുതാം, 16 × 2 എന്ന് എഴുതാം അല്ലേ. കാരണം 16 × 2 എന്ന് വെച്ചാൽ എന്താ, 32 ആണ്. സോ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 × സ്ക്വയർ റൂട്ട് ഓഫ് 2. സ്ക്വയർ റൂട്ട് ഓഫ് 16 4 അല്ലേ, അപ്പോൾ 4 × √2 4√2. അപ്പോൾ എ ബി എന്താണ്, 4√2 സെൻറ്റിമീറ്റർ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ബി സി കാണും. അപ്പോൾ ബി സി സൈഡ് വരുന്ന സ്ക്വയറാണ് വലിയ സ്ക്വയർ. അതിൻ്റെ ഏരിയ എന്താ, വലിയ സ്ക്വയറിൻ്റെ ഏരിയ 50 ആണെന്ന് തന്നിട്ടുണ്ട്. വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് ബി സി അല്ലേ. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണ് സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ. അതായത് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 50 ആണ് അല്ലേ. അപ്പോൾ ബി സി എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് 50 ആയിരിക്കും. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 50 നമുക്ക് 25 × 2 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 25 × സ്ക്വയർ റൂട്ട് ഓഫ് 2. സ്ക്വയർ റൂട്ട് ഓഫ് 25 5 അല്ലേ, 5 × √2 5√2. ഇതാണ് എന്താ ബി സി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടത് എ സി ആണ്. എ സി എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി സി ആണ്. എ ബി എത്രയാണ്, 4√2 പ്ലസ് ബി സി എത്രയാണ്, 5√2
അല്ലേ? അപ്പോൾ 4√2 പ്ലസ് 5√2 എന്താണ്? 4 + 5 9 അല്ലേ? അപ്പോൾ 9√2 സെൻറ്റിമീറ്റർ ആണ് എന്ത് AC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ അപ് ടു മില്ലിമീറ്റർ. പെരിമീറ്റർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, അതാണ് എന്ത് പെരിമീറ്റർ. AB ലെങ്ത് എത്രയാണ്? 4√2 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ 4√2 AB. പിന്നെ BC നമുക്ക് കിട്ടിയത് 5√2. അപ്പോൾ ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതും എന്താണ്, വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 5√2 അല്ല, അപ്പോൾ ഇതും 5√2 ആണ്. ഇവിടെയും 5√2 ആണ്. ഇത്രയും ഭാഗം എന്താണ്, ചെറിയ സ്ക്വയറിൻ്റെ സൈഡ്, അത് 4√2 ആണ്. ഇതും സ്മോൾ സ്ക്വയറിൻ്റെ സൈഡ്, അത് 4√2 ആണ്. പിന്നെ ഈ പോർഷൻ എന്താണ്, ഇത്രയും പോർഷൻ എന്തായിരിക്കും? നമുക്കറിയാം ഈ വലിയ സ്ക്വയറിൻ്റെ സൈഡ് 5√2 അല്ലേ? അപ്പോൾ ഇത്രയും പോർഷൻ എന്താ, 5√2 ആണ്. അതിൽ നിന്നും ഇത്രയും പോർഷൻ മൈനസ് ഇത്രയും പോർഷൻ എന്താ, സ്മോൾ സ്ക്വയറിൻ്റെ സൈഡ്, അത് 4√2 ആണ്. അപ്പോൾ 5√2 മൈനസ് 4√2 എത്ര? 1√2 അല്ലെങ്കിൽ √2 ആണ് അല്ലേ? അപ്പോൾ ഈ പോർഷൻ എന്താ, √2 ആണ്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കാണാമല്ലോ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, അത് ഈ 4√2 അല്ലേ? 4√2 പ്ലസ് 5√2 പ്ലസ് 5√2 പ്ലസ് 5√2 പ്ലസ് √2 പ്ലസ് 4√2 പ്ലസ് 4√2. ഓക്കെ, ദാറ്റ് ഈസ് എത്ര 4√2 ഉണ്ട്? 1 2 3. അപ്പോൾ 3 × 4√2 അതായത് 12√2. പിന്നെ എത്ര 5√2 ഉണ്ട്? 1 2 3. അപ്പോൾ 3 × 5 അത് 15 ആണല്ലേ? അപ്പോൾ 15√2. പിന്നെ ഇവിടെ √2 കൂടി ഉണ്ട്, √2. ദാറ്റ് ഈസ് 12√2 പ്ലസ് 15√2 എത്രയാണ്? 27 ആണ്. 27 പിന്നെ ഒരു √2 കൂടി ഉണ്ട് അല്ലേ? അപ്പം 28√2. ദാറ്റ് ഈസ് 28 × √2ൻ്റെ വാല്യൂ അപ് ടു എ മില്ലിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1.414 എന്നെടുക്കുക. കാരണം പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് എടുക്കാം, മില്ലിമീറ്റർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? അത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 1414 × 28 ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 1.414 ആണ്. പോയിന്റ് കഴിഞ്ഞ് എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൊണ്ട് ചെയ്ത് പോയിന്റ് ഇടാം. 1 2 3 എന്നിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ എന്താ ആൻസർ കിട്ടിയിട്ടുള്ളത്? 39.592 സെൻറ്റിമീറ്റർ ആണ് എന്ത്, പെരിമീറ്റർ. ഓക്കെ, ഫ്രം ദ ഗിവൺ ടേബിൾ കാൽക്കുലേറ്റ് A B C D. ബിയും സിയും ഡിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എയിൽ എന്താ പറയുന്നത്? എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു സെറ്റ് ആണല്ലേ? ദാറ്റ് ഈസ് എക്സ് എന്താണ് അവിടെ? 4 അല്ലേ? അപ്പോൾ 4 പ്ലസ് വൈ 3 ആണ് ഇൻറ്റു സെറ്റ് എന്താ, -5 ആണല്ലേ? അപ്പോൾ ഇൻറ്റു -5. 4 + 3 7 അല്ലേ? അപ്പോൾ 7 × -5 എന്താ? 7 × 5 35 ആണ്. ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -35 ആണ് എ എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് വൈ ഇൻറ്റു സെറ്റ് ആണ് അല്ലേ? അപ്പോൾ ആ റോയിൽ എക്സ് 4 ആണ്, മൈനസ് വൈ എന്താ 3 ആണ്, ഇൻറ്റു സെറ്റ് എന്താണ് -5. ഓക്കെ, അപ്പോൾ 4 - 3 1 ആണ്. സോ 1 × -5 എന്താ? -5 ആണ് ആൻസർ. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് വൈ ഇൻറ്റു സെറ്റ് ആണല്ലേ? അപ്പോൾ ആ റോയിൽ എക്സ് -6 അല്ലേ? അപ്പോൾ -6 പ്ലസ് വൈ എന്താ -1 ഇൻറ്റു സെറ്റ് എന്താണ്? 2 ആണല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് -6 പ്ലസ് -1 എന്ന് വെച്ചാൽ -7 ആണ് ഇൻറ്റു 2. -7 × 2 -14 ആണ് ആൻസർ. ഓക്കെ, ഇനി ഡിയിൽ എന്താണ്? എക്സ് മൈനസ് വൈ ഇൻറ്റു സെറ്റ് ആണല്ലേ? അപ്പോൾ ആ റോയിൽ എക്സ് എന്താണ്? -6 ആണ്, മൈനസ് വൈ എന്താ? -1 ഇൻറ്റു സെറ്റ് എന്താ? 2. ഓക്കെ, ദാറ്റ് ഈസ് -6 - -1 എന്താ?
-6 -1 മൈനസ് പ്ലസ് അല്ലേ, അപ്പോൾ +1 -6 +1 എന്ന് വെച്ചാൽ എന്താ 1 - 6, അതെന്താ 6 - 1 5 ആണ്, അപ്പോൾ 1 - 6 -5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താ -5 ആണ് ഇൻറ്റു 2, അത് എത്രയാണ് -10 ആണ് ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? റൈറ്റ് എ പെയർ ഓഫ് ഡിഫറെൻറ്റ് ഇൻറ്റിജേഴ്സ് xy സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻസ് x² - y² 0. x² - y² 0 ആവുന്ന എക്സും വൈയും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് എക്സിൻ്റെ സ്ക്വയറിൽ നിന്നും വൈയുടെ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ എക്സിൻ്റെ സ്ക്വയറും വൈയുടെ സ്ക്വയറും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. അപ്പം എക്സ് 2ഉം വൈ -2 ആണെങ്കിൽ എന്താണ് x² - y² എന്ത് വരും? എക്സിൻ്റെ സ്ക്വയറും 4 ആണ്, വൈയുടെ സ്ക്വയറും 4 ആയിരിക്കും അല്ലേ. അപ്പോൾ 4 - 4 0 കിട്ടും അല്ലേ. അതേപോലെ ഇങ്ങനെ എടുക്കാം, x = 2 y = -2 എന്ന് എടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം, സെയിം നമ്പേഴ്സ് തന്നെ എടുക്കാം, സൈൻസ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, calculate y when x = -1/3 in the equation y = -x. അപ്പം y കാണാനാണ് പറഞ്ഞത്. y = 1/x ആണ് അല്ലേ. ദാറ്റ് ഈസ് 1/xൻ്റെ വാല്യൂ എന്താ? -1/3 ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ -1/3 എന്നാണ് അല്ലേ. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? 1 × 1/3യുടെ റെസിപ്രോക്കൽ എത്താണ്? 1/3യുടെ റെസിപ്രോക്കൽ 3/1 അല്ലേ. ബൈ എ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു മൈനസും ഉണ്ട്, ആ മൈനസ് കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം 1 × 3 1 × -3 -3 ആണ്, -3/1 -3 തന്നെ അല്ലേ. അപ്പോൾ -3 ആണ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, y = 1/x + 1 + 1/x - 1 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -3 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. y = 1/x + 1 + 1/x - 1 ആണ്. എക്സിൻ്റെ വാല്യൂ എന്താണ്? -3. അപ്പോൾ എന്ത് വരും? 1/-3 + 1 + 1/-3 - 1 അല്ലേ. എക്സിന് പകരം -3 ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് എന്താണ്? 1/-3 + 1 എന്ന് വെച്ചാൽ എന്താ? -3 + 1 എന്ന് വെച്ചാൽ 1 - 3 ആണ്. അതെന്താ? 3 - 1 2 ആണ്. അപ്പോൾ 1 - 3 എന്താ? -2 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് -2 + 1/-3 - 1 എന്താ? -4 ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വരും -1/2 + -1/4. ഇത് രണ്ടിനും മൈനസ് ഉണ്ടല്ലേ. അപ്പോൾ -1/2 + 1/4 ദാറ്റ് ഈസ് അര ഭാഗം പ്ലസ് കാൽഭാഗം മുക്കാൽ ഭാഗം അല്ലേ. അപ്പോൾ 3/4 ആണ്, -3/4 ആണ് ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, z = എന്താണ്? x/y - y/x ആണ് അല്ലേ. എക്സിന് -4 കൊടുക്കണം, വൈക്ക് -2. അപ്പം -4/-2 -2/x എന്താ? -4. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷനിൽ എന്താ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൈനസ് ഉണ്ട്. -/- ക്യാൻസലായി പ്ലസ് ആവും അല്ലേ. അപ്പോൾ 4/2 എന്താ? 2 ആണ്. മൈനസ് അടുത്ത ഫ്രാക്ഷനിലും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൈനസ് ഉണ്ട്. അപ്പോൾ -/- ക്യാൻസലായി. പിന്നെ 2/4 എന്താ? 2/4 എന്ന് വെച്ചാൽ 2നെ നമുക്ക് എന്തെഴുതാം? 2 × 1 എന്ന് എഴുതാം. 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ 2 ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള 1/2 ആണല്ലേ. അപ്പോൾ 1/2. അപ്പോൾ 2 - 1/2 എന്താണ്? 2 - 1/2 എന്ന് വെച്ചാൽ 2ൽ നിന്നും അര പോയാൽ ബാക്കി 1.5 അല്ലേ. അപ്പോൾ 1.5. ഓക്കെ, if the sides of a rectangle are increased by 1 meter, its area would be 1400 square meters. If the area is increased by 1 meter, ഇവിടെ സൈഡ് ആവാനാണ് ചാൻസ് കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചെറിയ ഫോൾട്ട് വന്നതായിരിക്കും. ഇഫ് ദ സൈഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 meter, ഇറ്റ് വുഡ് ബി 1554 സ്ക്വയർ മീറ്റർ അല്ലേ. അതായത് റെക്ടാങ്കിളിൻ്റെ സൈഡ്സ് 1 മീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ ഏരിയ എന്താ? 1400 സ്ക്വയർ മീറ്റർ ആണ്. സൈഡ് 1 മീറ്റർ കൂട്ടുകയാണെങ്കിൽ എന്താണ്? ഏരിയ എന്തായിരിക്കും? 1554 സ്ക്വയർ മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ റെക്ടാങ്കിളിൻ്റെ ലെങ്ത്ത് x എന്നും
ബ്രെഡ്ത്ത് y എന്ന് കൊടുക്കാം. അപ്പോൾ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ, അതായത് എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ 1 മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ ഏരിയ എന്തായിരിക്കും? ലെങ്ത് എന്താവും? എക്സ് മൈനസ് 1, ബ്രെഡ്ത്ത് വൈ മൈനസ് 1 ആകും. അപ്പോൾ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 1400 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ്? സൈഡ്സ് 1 മീറ്റർ കൂട്ടുകയാണെങ്കിൽ എന്ത് വരും? എക്സ് ലെങ്ത് എന്ത് വരും? എക്സ് പ്ലസ് 1, ബ്രെഡ്ത്ത് എന്ത് വരും? വൈ പ്ലസ് 1. അപ്പോൾ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? 1554 ആണ് അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു വൈ, അത് എക്സ് വൈ ആണ്. പിന്നെ എക്സ് ഇൻറ്റു മൈനസ് 1 അത് മൈനസ് എക്സ് ആണ്. പിന്നെ മൈനസ് 1 ഇൻറ്റു വൈ അത് മൈനസ് വൈ ആണ്. പിന്നെ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 അതെന്താ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ഇൻറ്റു 1 1 അല്ലേ. അപ്പോൾ പ്ലസ് 1 ഈസിക്കൽ ടു എന്താ? 1400. ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ആണ്. എക്സ് ഇൻറ്റു 1 എക്സ് ആണ്, പ്ലസ് എക്സ് ആണ്. പിന്നെ പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് വൈ ആണ്. പ്ലസ് 1 ഇൻറ്റു പ്ലസ് 1 1 തന്നെയാണ്. 1 ഈസിക്കൽ ടു എന്ത്? 1554 എന്ന് കിട്ടും അല്ലേ. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 ഒന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് ഇക്വേഷൻ 2 ഒന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1ൽ എന്താ പറയുന്നത്? എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈസിക്കൽ ടു 1400. ഇക്വേഷൻ 2ൽ എന്ത് പറയുന്നു? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈസിക്കൽ ടു 1554. ഓക്കെ, അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് വൈ 2xy മൈനസ് എക്സ് പ്ലസ് എക്സ് 0 ആണ്, മൈനസ് വൈ പ്ലസ് വൈ 0 ആണ്. 1 പ്ലസ് 1 2 ആണ് ഈസിക്കൽ ടു 1400 പ്ലസ് 1554 2954 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2xy പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 2 ഈസിക്കൽ ടു 2954 അല്ലേ. അതായത് 2xy പ്ലസ് 2 ഈസിക്കൽ ടു എന്ത് കിട്ടി? 2954 എന്ന് കിട്ടി. ഇതിൽ നിന്നും നമുക്ക് 2xyയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 2നെ ഇവിടെ ആഡ് ചെയ്തേക്കില്ല. അപ്പോൾ പ്ലസ് 2നെ ഇക്വൽ അപ്പുറത്തേക്ക് ഉണ്ടാവും മൈനസ് 2 ആകും. സോ 2xy ഈസിക്കൽ ടു 2954 മൈനസ് 2. ദാറ്റ് ഈസ് 2xy ഈസിക്കൽ ടു 2952. അപ്പോൾ ഇതിൽ നിന്ന് xyയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കില്ല. അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ xy ഈസിക്കൽ ടു 2952 by 2. അതെത്രയാണ്? 1476 ആണ് അല്ലേ. അപ്പോൾ ഏരിയ എന്താണ്? ഏരിയ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് നമ്മൾ എന്തെടുത്ത? ലെങ്ത്ത് എക്സും ബ്രെഡ്ത്ത് വൈ ആണ്. അപ്പോൾ ഏരിയ എക്സ് ഇൻറ്റു വൈ അല്ലേ. എക്സ് വൈ എത്രയാണ്? 1476 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ. പെരിമീറ്റർ കാണണമെങ്കിൽ എക്സും വൈയും കാണണം അല്ലേ. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. ഇക്വേഷൻ 2ൽ എന്താ പറയുന്നത്? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈസിക്കൽ ടു 1554 ആണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്ത്? എക്സ് വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. പുട്ട് എക്സ് വൈ ഈസിക്കൽ ടു എക്സ് വൈയുടെ വാല്യൂ എന്താ കിട്ടിയത് നമുക്ക്? 1476 അല്ലേ. ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ ഈ എക്സ് വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ 2ൽ എന്താ പറയുന്നത്? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1554 ആണ്. ഇതാണ് ഇക്വേഷൻ 2ൽ പറയുന്നത്. ഇതിൽ എക്സ് വൈയുടെ വാല്യൂ 1476 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1476 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഈ 1 ഈസിക്കൽ ടു എന്ത് വരും? 1554 അല്ലേ. 1476 പ്ലസ് 1 എന്താ? 1477 ആണ് അല്ലേ. അപ്പോൾ 1477 പ്ലസ് എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 1554. ഇതിൽ നിന്നും എക്സ് പ്ലസ് വൈ കാണാം. അതിന് വേണ്ടിയിട്ട്
ഈ 1477 ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ, അപ്പോൾ പ്ലസ് 1477 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 1477 ആവും അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1554 മൈനസ് 1477. അതെത്രയാണ്? 77 ആണല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ 77 ആണ്. നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. ഇതാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ. പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയും അല്ലേ. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, ദറ്റ് ഇസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 77 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 77 അതെത്രയാണ്? സോ 154 മീറ്റർ ആണ് എന്ത്? പെരിമീറ്റർ. ഓക്കെ. Take any month in a calendar and mark 9 times which form a square. Mark the numbers at the 4 corners as given. What is the difference of the diagonal products? അപ്പോൾ ഡയഗണൽ പ്രൊഡക്ട്സ് ആദ്യം കണ്ടുപിടിക്കാം. ഡയഗണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 18ഉം. അവരുടെ പ്രൊഡക്റ്റ് 2 ഇൻറ്റു 18 അതെത്രയാണ്? 36. പിന്നെ ഡയഗണൽ നമ്പേഴ്സാണ് 16ഉം 4ഉം. അപ്പോൾ അവയുടെ പ്രൊഡക്റ്റ് 16 ഇൻറ്റു 4 അതെത്രയാണ്? 64 ആണല്ലേ. ഇനി ഡിഫറൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് എന്താണ്? 64ഉം 36ഉം അല്ലേ. അപ്പോൾ 64 മൈനസ് 36 അതെത്രയാണ്? 28 ആണ്. ഓക്കെ. ഇനി എക്സ്പ്ലെയിൻസ് യൂസിങ് ഓൾജിബ്ര വൈ വി ഗെറ്റ് ദ സെയിം ഡിഫറൻസ് ഇൻ ഓൾ സച്ച് സ്ക്വയർസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നമ്മൾ ഓൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കാം. 9 നമ്പേഴ്സ് വരുന്ന സ്ക്വയർ വരയ്ക്കാം. അപ്പോൾ നമുക്ക് മിഡിലുള്ള നമ്പർ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു നമ്പറിന് ശേഷം വരുന്ന നമ്പർ അതിനേക്കാൾ ഒന്ന് കൂടിയിട്ടുള്ള നമ്പർ ആയിരിക്കും കലണ്ടറിൽ അല്ലേ. അപ്പോൾ ഇത് എക്സ് പ്ലസ് 1 ആയിരിക്കും. ഒരു നമ്പറിന് മുമ്പുള്ള നമ്പർ ആ നമ്പറിനേക്കാൾ ഒന്ന് കുറഞ്ഞ നമ്പർ ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് 1. ഇനി ഒരു നമ്പറിന് മേലെയുള്ള നമ്പർ എന്താ? ആ നമ്പറിനേക്കാളും 7 നമ്പേഴ്സ് കുറഞ്ഞതായിരിക്കും അല്ലേ. കാരണം എന്താണ്? എക്സാമ്പിൾ ഈ 10ൻ്റെ മുകളിലുള്ള നമ്പറാണ് 3. ഈ 3 എന്ന് പറയുന്ന 10 മൈനസ് 7 ആണല്ലോ 3 എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ 9ൻ്റെ മുകളിലുള്ള നമ്പറാണ് 2. 2 എന്ന് പറയുന്നത് 9 മൈനസ് 7 ആണ് അല്ലേ. അതായത് ഒരു 7 ദിവസം മുമ്പുള്ള നമ്പറാണ് കലണ്ടറിൽ അതിൻ്റെ മേലെ വരിക അല്ലേ. കാരണം ഒരേ വീക്കത്തെ നമ്പേഴ്സ് ആണല്ലോ ഒരു കോളത്തിൽ ഉണ്ടാവുക. അപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് താഴെ വരിക അല്ലേ. അപ്പോൾ മേലെയുള്ള നമ്പർ 7 ദിവസം മുമ്പുള്ള നമ്പർ, അതായത് ഏതാണ്? എക്സിന് മുമ്പുള്ള നമ്പർ എന്താ? എക്സ് മൈനസ് 7 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു നമ്പറിന് താഴെയുള്ള നമ്പർ എന്താ? 7 ഡേയ്സ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ, അതായത് എക്സ് പ്ലസ് 7 ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടു എക്സ് പ്ലസ് 7 കഴിഞ്ഞിട്ടുള്ളത് എന്താ? അതിനേക്കാൾ ഒന്ന് കൂടിയ നമ്പർ എക്സ് പ്ലസ് 7 പ്ലസ് 1 അത് എക്സ് പ്ലസ് 8 ആയിരിക്കും. പിന്നെ എക്സ് മൈനസ് 7 കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്താ? എക്സ് മൈനസ് 7നേക്കാൾ ഒന്ന് കൂടിയത്, അതായത് എക്സ് മൈനസ് 7 പ്ലസ് 1 അതെന്താ? എക്സ് മൈനസ് 7 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് 7 ആണ്. അതായത് 7 മൈനസ് 1 6 ആണ്. അപ്പോൾ 1 മൈനസ് 7 എന്താ? മൈനസ് 6 ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് 6 ആണ് ഇവിടെ വരിക. ഓക്കെ. ഇനി എക്സ് മൈനസ് 7 മുമ്പുള്ള നമ്പർ എന്തായിരിക്കും? എക്സ് മൈനസ് 7നേക്കാളും ഒന്ന് കുറഞ്ഞത് അല്ലേ. അതായത് എക്സ് മൈനസ് 7 മൈനസ് 1 അതെന്താ? എക്സ് മൈനസ് 7 മൈനസ് 1 എന്താ? മൈനസ് 8 ആണ് അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 8 ആണ് ഇവിടെ വരിക. പിന്നെ എക്സ് പ്ലസ് 7 മുമ്പുള്ള നമ്പർ എന്താ? എക്സ് പ്ലസ് 7നേക്കാളും ഒന്ന് കുറഞ്ഞ നമ്പർ, അതെന്താ? എക്സ് പ്ലസ് 7 മൈനസ് 1 അതായത് എക്സ് പ്ലസ് 6 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്പേഴ്സ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡയഗണൽ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാം. ഓക്കെ. ഡയഗണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? എക്സ് മൈനസ് 8, എക്സ് മൈനസ് 6, എക്സ് പ്ലസ് 6, എക്സ് പ്ലസ് 8 അല്ലേ. അപ്പോൾ ഡയഗണൽ നമ്പേഴ്സാണ് എന്ത്? ഡയഗണൽ പെയറാണ് എന്ത്? എക്സ് മൈനസ് 8ഉം എക്സ് പ്ലസ് 8. അപ്പോൾ അവയുടെ പ്രോഡക്റ്റ് എക്സ് മൈനസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 8 അതെന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 8 സ്ക്വയർ അല്ലേ. അതായത് എക്സ് സ്ക്വയർ മൈനസ് 64. ഓക്കെ. ഇനി അടുത്ത ഡയഗണൽ പെയർസ് ഏതാണ്? എക്സ് പ്ലസ് 6ഉം എക്സ് മൈനസ് 6ഉം. അപ്പോൾ അവയുടെ പ്രോഡക്റ്റ് എക്സ് പ്ലസ് 6 ഇൻറ്റു എക്സ് മൈനസ് 6 അതെന്ത് വരും?
എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയർ അല്ലേ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 36. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവയുടെ ഡിഫറൻസ് എക്സ് സ്ക്വയർ മൈനസ് 36ൻ്റെയും എക്സ് സ്ക്വയർ മൈനസ് 64ൻ്റെയും ഡിഫറൻസ് എന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് 36 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 64. ദാറ്റ് ഈസ് ആദ്യത്തെ ബ്രാക്കറ്റിന് മുന്നേ പ്ലസും മൈനസും ഒന്നും ഇല്ല, അപ്പോൾ അതേപോലെ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 36. രണ്ടാമത്തെ ബ്രാക്കറ്റിന് മുന്നിൽ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസിനെ ബ്രാക്കറ്റിൽ ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്, മൈനസ് എക്സ് സ്ക്വയർ ആണ്. മൈനസ് ഓഫ് മൈനസ് 64 എന്താ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ലേ, അപ്പോൾ പ്ലസ് 64. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 0 ആണ്. മൈനസ് 36 പ്ലസ് 64 എന്താ 64 മൈനസ് 36 ആണ് അല്ലേ, അത് എത്രയാണ് 28 ആണ് അല്ലേ, അപ്പോൾ ആൻസർ എന്താണ് 28 ആണ്. ഓക്കെ, അപ്പോൾ എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, എന്ത് ഇട്ട് കൊടുത്താൽ ലാസ്റ്റ് കിട്ടുന്ന ഡിഫറൻസ് എന്തായിരിക്കും, 28 തന്നെ ആയിരിക്കും. ഓക്കെ, in the picture, O is the center of circle with radius 6 cm. Find the area of circle. സർക്കിളിൻ്റെ ഏരിയ കാണുന്ന ലൊക്കേഷൻ എന്താ, പൈ ആർ സ്ക്വയർ ആണല്ലേ. സോ പൈയുടെ വാല്യൂ നമുക്ക് 3.14 എന്നെടുക്കാം. ഇൻറ്റു ആറ് 6 അല്ലേ, അപ്പോൾ 6 സ്ക്വയർ അല്ലേ, 6 സ്ക്വയർ 36 ആണ്, അപ്പോൾ 36 ഇൻറ്റു 3.14 അത് എത്രയാണ്, അത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 314 ഇൻറ്റു 36 ഇത്ര കിട്ടിയിട്ടുള്ളത്. പക്ഷേ 3.14 ആണ്, പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് ഉണ്ട്, അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് ആണ്. സോ ബാക്കിൽ നിന്ന് 2 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം, 1 2 എന്നിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ ആൻസർ എന്താ 113.04 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലൊക്കേഷൻ, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ അല്ലേ, കാരണം എന്താണ്, ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ, ഇതിൻ്റെ രണ്ട് സൈഡ്സ് എന്താ റേഡിയസ് ആണ്, സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതെന്താ, ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് ബാക്കിയുള്ള ആംഗിൾസിൻ്റെ സം എന്താ 180 മൈനസ് 60 120 ആയിരിക്കും അല്ലേ. 120 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും, ഇതും 60 ആവും അല്ലേ, എന്നാലേ സം എന്താ 120 ആവുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് പറയാം നമുക്ക്, അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ, √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ ആണ് അല്ലേ. √3/4 ഇൻറ്റു സൈഡ് എത്രയാണ്, ഒരു സൈഡ് 6 അല്ലേ, 6 സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് √3യുടെ വാല്യൂ 1.73 എന്നെടുക്കുക. ഓക്കെ, 1.73/4 ഇൻറ്റു 6 സ്ക്വയർ 36. ഓക്കെ, അപ്പോൾ 36/4 9 ആണ്, അപ്പോൾ 9 ഇൻറ്റു 1.73 അതെത്രയാണ്, പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 173 ഇൻറ്റു 9 അതെത്രയാണ്, ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 1.73 ആണ്, പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് ഉണ്ട്, അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 2 കൊണ്ട് ചെയ്ത് പോയിന്റ് ഇടാം, 1 2 എന്നിട്ട് പോയിന്റ് ഇടാം. ഇപ്പോൾ 15.57 ആണ് അല്ലേ, അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് അപ് ടു 2 decimal പ്ലേസ്. ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഏരിയ ഓഫ് സർക്കിൾ എത്രയാണ്, 113.04 ആണ്, മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ 15.57 ആണ് അല്ലേ. അപ്പോൾ അതെത്ര വരും, 97.47 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, in the picture, 4 semicircles of same radius are drawn in a rectangle of sides 8 cm and 4 cm. What is the radius of one semicircle? ഒരു സെമിസർക്കിളിൻ്റെ റേഡിയസ് എന്താണ്, ഈ 4ൻ്റെ ഹാഫ് ആണല്ലേ. അപ്പോൾ 4/2 അതെത്രയാണ്, 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ. ലെങ്ത് 8ഉം
ബ്രെഡ്ത്ത് 4 ആണ്. അപ്പോൾ 8 × 4 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ഓഫ് അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് എ സെമി സർക്കിൾ കണ്ടുപിടിക്കാം. ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ്? ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാൻ ലൊക്കേഷൻ πr² ആണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ ഏരിയ കാണാൻ ലൊക്കേഷൻ ½ × πr², അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ½ × π × r എത്രയാണ്? റേഡിയസ് 2 അല്ലേ? 2² എന്ത് വരും? 2² 4 ആണ്. 4/2 2 ആണ് അല്ലേ? അപ്പോൾ 2π. ഇതാണ് ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ. പക്ഷേ ഇതിൽ എത്ര സെമി സർക്കിളുണ്ട്? 4 സെമി സർക്കിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് 4 സെമി സർക്കിൾസ് 4 × 2π, അതായത് 8π ആണ്. അതായത് പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 8 × പൈയുടെ വാല്യൂ അപ് ടു 2 ഡെസിമൽ പ്ലേസ് അല്ലേ? അപ്പോൾ 3.14 എന്നിട്ട് കൊടുക്കുക. അതെന്ത് വരും? അതും പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 314 × 8 അത് എത്രയാണ്? അപ്പോൾ ഇതാണ് 3.14 ആണ് അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര വാല്യൂസ് ഉണ്ട്? 1 2. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് ആണ്. സോ ബാക്കിൽ നിന്ന് 2 കൊണ്ട് ചെയ്തിട്ട് പോയിന്റ് 1 2 എന്നിട്ട് പോയിന്റ്. അപ്പോൾ 25.12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഏരിയ ഓഫ് 4 സെമി സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് 4 സെമി സർക്കിൾ ആണ് അല്ലേ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്രയാണ്? 32 അല്ലേ? മൈനസ് ഏരിയ ഓഫ് 4 സെമി സർക്കിൾ 25.12. അത് എത്രയാണ്? 32നെ നമുക്ക് 32.00 എന്ന് എഴുതാം. മൈനസ് 25.12. അത് 6.88 ആണ് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ 6.88 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, the sides of a rectangular blocks of edges 2 cm, 3 cm, 5 cm are all extended by same measure to make larger rectangular block. Denote the extended measure as x. Write the length of 3 edges of the new rectangular block in terms of x. അതായത് ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ എഡ്ജസ് 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമാണ്. ഈ എല്ലാ എഡ്ജസും x സെൻറ്റിമീറ്റർ വീതം കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള എഡ്ജസ് എത്രയാണ്? ആദ്യത്തെ ഒന്ന് 2ഉം 3ഉം 5 അല്ലായിരുന്നു. അപ്പോൾ x+2 പിന്നെ x+3 പിന്നെ x+5 ഇതൊക്കെയാണ് പുതിയ എഡ്ജസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിനോട്ട് ദ വോളിയം ഓഫ് ന്യൂ ബ്ലോക്സ് ആസ് v of x. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ x ആൻഡ് v of x. അപ്പോൾ വോളിയം കാണാൻ ഇക്വേഷൻ എന്താണ്? വോളിയം പ്രോഡക്റ്റ് ഓഫ് ഓൾ 3 എഡ്ജസ് ആണ് അല്ലേ? അപ്പോൾ v of x ആണ് വോളിയം. v of x എന്ന് പറയുന്ന ഈ 3 എഡ്ജസിൻ്റെയും പ്രോഡക്റ്റ് അല്ലേ? അതായത് x+2 × x+3 × x+5 ഇതാണ് വോളിയം കാണാൻ ഇക്വേഷൻ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് v of 1. v of x x+1 × x+3 × x+5 ആണ്. അപ്പോൾ v of 1 എന്തായിരിക്കും? എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ 1+2 × 1+3 × 1+5 അതെന്താ? 1+2 3 ആണ് × 1+3 4 ആണ് × 1+5 6. ഓക്കെ, അപ്പോൾ എന്തൊരു 4 × 3 12, 3 × 4 12, 12 × 6 എത്രയാണ്? 72 ആണല്ലേ? സോ 72 ആണ് എന്ത്? v of 1. ഓക്കെ, ഇനി v of xനെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി സോൾവ് ആക്കാം കേട്ടോ. x × എന്താണ്? x² ആണല്ലേ? സോ x² പിന്നെ x × +3 അതെന്താ? +3x ആണ്. പിന്നെ +2 × x അത് +2x ആണ്. പിന്നെ എന്താ? +2 × +3 അതെന്താ? x ആണല്ലേ? ഇൻറ്റു എന്ത്? x+5. ഓക്കെ, ഈസ് x² + 3x + 2x 5x ആണല്ലേ? 5x + 6 × x+5 എന്ന് വരും. ഓക്കെ, ഇനി എന്തൊരു x² × x അതെന്താണ്?
എക്സ് ക്യൂബാണ്. പിന്നെ എക്സ് സ്ക്വയർ ഇൻറ്റു 5 പ്ലസ് 5 അത് പ്ലസ് 5x² ആണ്. പിന്നെ പ്ലസ് 5x ഇൻറ്റു എക്സ് അത് പ്ലസ് 5x² ആണ്. പിന്നെ പ്ലസ് 5x ഇൻറ്റു 5 അത് 25x ആണ് അല്ലേ. പിന്നെ പ്ലസ് 6 ഇൻറ്റു എക്സ് അത് പ്ലസ് 6x ആണ്. പിന്നെ പ്ലസ് 6 ഇൻറ്റു പ്ലസ് 5 അത് പ്ലസ് 30 ആണ്. ഓക്കെ, അപ്പം എന്ത് വരും? എക്സ് ക്യൂബ് പിന്നെ 5x² പ്ലസ് 5x² 10x² ആണ് അല്ലേ, പ്ലസ് 10x². പിന്നെ 25x പ്ലസ് 6x എത്ര? 31x ആണ് അല്ലേ, അപ്പോൾ പ്ലസ് 31x പ്ലസ് 30 ഇങ്ങനെ എഴുതാം. ഓക്കെ, v(x) ഇങ്ങനെ എഴുതാം.